ഈ പണ്ടൊക്കെ ദേഷ്യം വന്നാലോ അല്ലെങ്കിൽ വളരെ മോശമായ ഭാവത്തിൽ ഇകഴ്ത്താനോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളെ പറയാനോ ഒക്കെ ഈ മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇബിലീസ് എന്ന് പറയുന്ന ഒരു വാക്കായിരുന്നു. ഇബിലീസേ അല്ലെങ്കിൽ ഇബിലീസിന്റെ പണി കാണിക്കാതടാ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുക. വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടികൾ ദുർബലമാകുന്നു, ഇലക്ഷൻ നടക്കുന്നു, വേറെ പല കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ഒരു വിഷയമല്ലാതെ ഇബിലീസിന്റെ കാര്യത്തിൽ സവിശേഷമായ ഒരു താല്പര്യത്തോടുകൂടി ഒരു മുസ്ലിയാർ രംഗത്ത് വന്നിട്ടുണ്ട്. കരുവട്ടൂരി ടീംസിൽപ്പെട്ട ഒരു ബഹുമാനമാക്കപ്പെട്ട ശരീരമുള്ള പണ്ഡിത വരേണ്യനാണ് രംഗത്ത് വന്നിട്ടുള്ളത്. സാധാരണ ഈ ആരും ഇബിലീസിന് വേണ്ടിയൊന്നും ബാധിക്കാൻ നിൽക്കാത്തതാണ്. പക്ഷേ സംഗതി എനിക്കിഷ്ടപ്പെട്ടു. അതായത് എപ്പോഴും നമ്മൾ അടിച്ചമർത്തപ്പെടുന്ന, അകാരണമായി കുറ്റപ്പെടുത്തുന്ന, അരികുവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ വാദിക്കുന്നവർ അവർ ആദരിക്കപ്പെടേണ്ടവരാണ്. ഇബിലീസൊക്കെ വളരെ മഹാനായൊരു മനുഷ്യനായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് ഇബിലീസ് ആയതെന്നും അങ്ങനെ കണക്കുകൂട്ടിയാൽ ആരൊക്കെയാണ് ഈ സമൂഹത്തിൽ ഇബിലീസ് ആവുന്നതെന്നും ഈ പണ്ഡിത പുങ്കവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ പണ്ഡിത പുങ്കവരുടെ വ്യാഖ്യാനം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേട്ടാൽ നമ്മളെല്ലാവരും ഇബിലീസിനെ സ്നേഹിച്ചു പോകും. നമ്മുടെ രവിചന്ദ്രൻ പണ്ട് കടുക്കനിട്ടുകൊണ്ട് നടന്നുപോയ നാഥുറാം ഗോഡ്സെയെ വാഴ്ത്തിയപ്പോൾ നമ്മളെല്ലാം രവിചന്ദ്രനെ ഒത്തിരി കുറ്റം പറഞ്ഞതാണ്. പക്ഷേ ഇദ്ദേഹം അത് വളരെ മനോഹരമായി പറയുന്നുണ്ട്. ആദ്യം അതൊന്ന് കേൾക്കാം. ഇടക്കാലത്ത് നമ്മളെ ആദർശ മേഖലയിൽ പ്രധാന ഒരു ചർച്ച എന്താണ്? ഇബിലീസുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ പറഞ്ഞു ഇബിലീസിനും തൗബണ്ട് എന്ന്. നമ്മളായിട്ട് പറഞ്ഞതല്ല, അത് അമ്പിയാക്കളുടെ സന്നിധിയിൽ തന്നെ ഇബിലീസ് വന്ന് ബോധ്യപ്പെട്ടതാണ്. ആരാണ് ഇബിലീസ്? ഇബിലീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ആലിമാണ്. അയാൾ വലിയൊരു പണ്ഡിതനാണ്. അയാളെ മീത പാണ്ഡിത്യമുള്ള ആൾക്കാരുണ്ട്, മാരിഫത്തുള്ള പണ്ഡിതനാണ്. നമ്മുടെ നാട്ടിലുള്ള കേവലം പണ്ഡിതന്മാർ അവർക്ക് മാരിഫത്തൊന്നുമില്ല. ഓൾക്ക് പിന്നെ മുല്ലാജാമീനും അതേമാതിരി മീസാനും മദിനാസും സഞ്ചാനും അതിൻ്റെയൊക്കെ എന്തൊക്കെ ചില സംഭവങ്ങൾ, രണ്ട് ഇബാറത്ത് വായിക്കാൻ, അറബി കുറച്ച് വായിക്കാൻ അറിയാൻ മാത്രം. ഇത് പഠിച്ചുകൊണ്ട് മാരിഫത്തുണ്ടാവോ? അതുകൊണ്ടൊന്നും എങ്ങോട്ടും എത്തൂല. ഇബ്ലീസ് അങ്ങനല്ല. ഇബ്ലീസ് വലിയ ആലിമാണ്, മാരിഫത്തുള്ള ആലിമാണ്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. പക്ഷെ അയാൾക്ക് സംഭവിച്ച പ്രശ്നം എന്താണ്? അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണത്. അയാൾ എന്താ സംഭവിച്ചത്? അയാൾ ആ കാലഘട്ടത്തിൽ, അയാൾ മുന്നേയുള്ള ആളാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു പ്രധാനിയായി ഒരു ശൈഖായി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം എന്നപ്പോൾ ആ ശൈഖിനെ അംഗീകരിക്കാൻ ഈ പണ്ഡിതന് സാധിച്ചില്ല. അതാണ് വിഷയം. ആ സ്വഭാവം ആർക്കൊക്കെ ഉണ്ടോ അവരെല്ലാം ഇബ്ലീസുകളാണ്. ഇനി ആ വീഡിയോ കേട്ട് കഴിഞ്ഞല്ലോ, കേട്ടില്ലേ? ഇബ്ലീസ് ആരായിരുന്നുവെന്നും ഇബ്ലീസിന്റെ അറിവ് എങ്ങനെയുള്ള അറിവായിരുന്നുവെന്നും ആ അറിവിനെ പുകഴ്ത്താൻ വേണ്ടി അദ്ദേഹം ഹാ ചേർത്ത് പറഞ്ഞ വാക്കുകളും അതിലെ ഹൂയും ഹായും എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കേട്ട സംഗതികൾക്കനുസരിച്ച് ഇബ്ലീസ് സംഭവിച്ച പിഴവെന്താ? ഏതോ ഒരു ഷെയ്ഖിനെ, അതായത് മഷാഹിഖായിരുന്നു നമ്മുടെ ആദം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിനെ അനുസരിക്കാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിനെ വാഴ്ത്തിയില്ല, പുകഴ്ത്തിയില്ല എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് ഇബ്ലീസ് അങ്ങനെയായി ചേർന്നത്. അതുകൊണ്ട് ഇനി ഈ കരുവട്ടൂരികൾ പറയുന്ന ആരൊക്കെയുണ്ടോ അവരെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും വേണം. യഥാർത്ഥത്തിൽ ഇവർ കൊണ്ട് കയറുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനേക്കാൾ മുമ്പേ കൊണ്ട് കയറിയവരെക്കാൾ കുറച്ചുകൂടെ മുൻപേ കൊണ്ട് കയറുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സുന്നി സംഘടനകളെല്ലാം കൂടി നമ്മുടെ രണ്ട് സുന്നിക്കാർ, അതിൽ AP സുന്നി കുറച്ച് കൂടുതൽ, മറ്റേ സുന്നി കുറച്ച് ഇതുപോലെ മഷായിഖന്മാരെ എല്ലാം റെഡിയാക്കി അതിൻ്റെ ഒരു സംഗതിയായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ, അവർ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വീര്യമുള്ള ഡോസാണ് ഇപ്പം കൊടുക്കുന്നത്. അപ്പോൾ അവർ കിടന്ന് പിടിക്കുക, അത്രയും വേണ്ട എന്ന് പറഞ്ഞ് കാണുന്നവരെല്ലാം അങ്ങ് റെഡിയാക്കി എടുക്കുക, ഇബ്ലീസിനെ വരെ റെഡിയാക്കി എടുക്കുക. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അരികുവൽക്കരിക്കുന്നവരോ അവഗണിക്കപ്പെട്ടവരോ ഉണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്, അതിന് പരിഹാരം കണ്ടെത്തുന്നതാണ്.